അയോധ്യ രാമക്ഷേത്ര ഫണ്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വൻ കൊള്ളയും അഴിമതി ആരോപണങ്ങളും ഉത്തർപ്രദേശ് സർക്കാരിനെയും കേന്ദ്രഭരണ കക്ഷിയായ BJPയെയും RSSനെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഉയരുന്ന വിയോജിപ്പുകളെയും ചോദ്യങ്ങളെയും ജനാധിപത്യപരമായി നേരിടുന്നതിനു പകരം അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് UPയിലെ യോഗി ആദിത്യനാഥ് സർക്കാർ ശ്രമിക്കുന്നത്. അയോധ്യയിൽ ഇപ്പോൾ നടക്കുന്നത് കടുത്ത പ്രതിപക്ഷ വേട്ടയും മാധ്യമ വിലക്കുമാണ്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച കോടിക്കണക്കിന് രൂപയുടെ പണം, സ്വർണ്ണാഭരണങ്ങൾ, മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ എണ്ണാനേൽപ്പിച്ചവർ തന്നെ വലിയ രീതിയിൽ കൊള്ള നടത്തിയെന്നാണ് സേവാ സമിതി ആരോപിക്കുന്നത്. ഈ വിഷയത്തിൽ തങ്ങൾക്കുള്ള ശക്തമായ പ്രതിഷേധവും വിയോജിപ്പും പരസ്യമാക്കാൻ അവർ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അയോധ്യയിലെ അരുന്ധതി ഭവനിലായിരുന്നു ഇത് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പോലീസ് ഇടപെട്ട ഈ വാർത്താ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ചു. അരുന്ധതി ഭവനിൽ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ഫൈസാബാദിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വാർത്താ സമ്മേളനം നടത്താൻ സേവാ സമിതി ശ്രമിച്ചെങ്കിലും പോലീസ് അവിടെയും തടസ്സമുണ്ടാക്കി. തങ്ങളുടെ ശബ്ദം ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ സർക്കാർ ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് സേവാ സമിതി ജനറൽ സെക്രട്ടറി അച്യുത് ശങ്കർ ശുക്ല പറഞ്ഞു. വാർത്താ സമ്മേളനം തടഞ്ഞെങ്കിലും തങ്ങളുടെ പരാതികൾ നിവേദനമായി അധികാരികളെ അറിയിക്കാനാണ് സംഘടനയുടെ തീരുമാനം. വിഷയം നേരിട്ട് മനസ്സിലാക്കാനും ക്ഷേത്ര ദർശനവുമായി അയോധ്യയിലെത്തിയ കോൺഗ്രസ് നേതാക്കളെ യോഗി സർക്കാർ ഹോട്ടലിൽ പൂട്ടിയിട്ടു. കോൺഗ്രസ് നേതാവ് അജയ് റായുടെ നേതൃത്വത്തിലുള്ള MPമാരുടെയും നേതാക്കളുടെയും സംഘത്തെയാണ് അയോധ്യയിലെ പദംശ്രീ പാലസ് ഹോട്ടലിൽ പോലീസ് തടങ്കലിലാക്കിയത്. തങ്ങളെ ജനാധിപത്യ വിരുദ്ധമായി തടഞ്ഞുവെച്ചിരിക്കുകയാണെന്ന് അജയ് റായ് വീഡിയോ പ്രസ്താവനയിലൂടെ രാജ്യത്തെ അറിയിച്ചു. അയോധ്യയിൽ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്കു മാത്രമല്ല മാധ്യമങ്ങൾക്കും വിലക്കുണ്ട്. ക്ഷേത്ര പരിസരത്ത് ദൃശ്യങ്ങൾ പകർത്തുന്നത് പോലീസ് കർശനമായി തടയുകയാണ്. വാർത്തകൾ പുറം ലോകം അറിയാതിരിക്കാൻ മാധ്യമപ്രവർത്തകരുടെ പ്രവേശനത്തിൽ വലിയ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനിടെ അന്വേഷണം നടക്കുകയാണെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാമനെക്കുറിച്ച് കുപ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അഴിമതിയെക്കുറിച്ച് ആരും ഒന്നും മിണ്ടരുതെന്ന UP സർക്കാരിന്റെ പരസ്യമായ മുന്നറിയിപ്പാണിത്. ഭക്തിയുടെ മറവിൽ നടക്കുന്ന കൊള്ളകൾ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ ജനാധിപത്യത്തെ അയോധ്യയിൽ നിശബ്ദമാക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 8 പേർക്കെതിരെയാണ് FIR രജിസ്റ്റർ ചെയ്തത്. തട്ടിപ്പിൽ ഉൾപ്പെട്ട 8-ൽ 7 പ്രതികളുടെയും പ്രധാന അക്കൗണ്ടുകൾ അയോധ്യയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലായിരുന്നു. ഏകദേശം 3 മാസം മുൻപ് തന്നെ അക്കൗണ്ടുകളിലെ ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ട ബാങ്ക് അധികൃതർ ട്രസ്റ്റ് ഭാരവാഹികളെയും പോലീസിനെയും വിവരം അറിയിച്ചിരുന്നു. എന്നാൽ ബാങ്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും ട്രസ്റ്റ് അധികൃതർ ഇടപെട്ട ഈ ജീവനക്കാരെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. പണം എണ്ണുന്ന ജോലിയിൽ നിന്നിവരെ മാറ്റാൻ ട്രസ്റ്റ് തയ്യാറായില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഉയർത്തുന്നത്. വാർത്താ സമ്മേളനം നടത്താൻ UP സർക്കാർ അനുമതി നിഷേധിച്ച ശ്രീരാമ ജന്മഭൂമി സേവാ സമിതി 1949 മുതൽ അയോധ്യയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. 1949-ൽ ബാബറി മസ്ജിദിനുള്ളിൽ രാമവിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ട കാലത്ത് വിഗ്രഹം അവിടെ നിന്നും മാറ്റാൻ വിസമ്മതിച്ച അന്നത്തെ ഫൈസാബാദ് സിറ്റി മജിസ്ട്രേറ്റ് താക്കൂർ ഗുരുദത്ത് സിംഗ് ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ സംഘടനയാണിത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രവുമായി ഇത്രയും ആത്മബന്ധമുള്ള ഒരു സംഘടന അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയത് BJPക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്.